ഹായ് ഹലോ നമസ്കാരം. P3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വന്നിട്ടുള്ളത് ICDS സൂപ്പർവൈസർ 10th ലെവൽ എക്സാം എഴുതാൻ പോകുന്ന 10 വർഷത്തോളം അംഗൻവാടി വർക്കറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള അംഗൻവാടി വർക്കർമാരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. 4-ാം തീയതി വരെ, സെപ്റ്റംബർ 4-ാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ PSCയുടെ 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ആ PSCയുടെ പ്രൊഫൈൽ പ്രകാരമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ വർക്കിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങളുടെ ഡിക്ലറേഷൻ പോലുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനിപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. സർട്ടിഫിക്കറ്റ് PSC ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും, സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അതായത് 10 വർഷം വർക്കിംഗ് എക്സ്പീരിയൻസ് ഈ സെപ്റ്റംബർ 4-ന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് യോഗ്യത. അതായത് പരീക്ഷ അടുത്ത വർഷമല്ലേ നടക്കുക, അല്ലെങ്കിൽ പരീക്ഷ ഈ വർഷം അവസാനമല്ലേ, അപ്പോഴേക്കും 10 വർഷം ആയാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. നോട്ടിഫിക്കേഷൻ പീരീഡിൽ നമ്മൾ 10 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളായിരിക്കണം. SSLC പാസ്സായിരിക്കണം. 10 വർഷത്തെ അംഗൻവാടി വർക്കറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സിൽ കൂടുതൽ പ്രായം പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷ സ്ത്രീകൾക്ക് മാത്രമേ അയക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതായത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്, അപ്പോൾ ഞാൻ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസ് എന്താണ് എന്നുള്ളതൊക്കെ ഒരു വലിയ ടെൻഷനായിരിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആനുകാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ നല്ല ധാരണയുണ്ടാവണം. അതിനനുസരിച്ച് കറണ്ട് അഫയേഴ്സിന് തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കണം. 10 മാർക്ക് കറണ്ട് അഫെയർ ആണ്. 40 മാർക്ക് ശിശു മനഃശാസ്ത്രമാണ്, അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് വരുന്നത്. പ്രീ പ്രൈമറി അധ്യാപനമാണ് വരുന്നത്. 40 മാർക്ക്. 20 മാർക്കിന് നിങ്ങൾക്ക് പഞ്ചായത്തി രാജ് പോലുള്ള ആരോഗ്യ പദ്ധതികൾ പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾ, സുരക്ഷിതത്വ പ്രവർത്തനങ്ങൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് 20 മാർക്കിന് വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ എത്ര മാർക്കിൻ്റെ കാര്യം പറഞ്ഞു, 70 മാർക്കിൻ്റെ കാര്യം പറഞ്ഞു. നമുക്കറിയാം 100 മാർക്കിനാണ് പരീക്ഷ. ബാക്കി 30 മാർക്കിന് സോഷ്യൽ സയൻസ് ആണ് വരുന്നത്. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇങ്ങനെയാണ് വരുന്നത്. അത് ചെറിയ ചെറിയ മാർക്കുകളാണെങ്കിൽ പോലും 30 മാർക്കിനുണ്ട്. അപ്പോൾ പഠിക്കാൻ ധാരാളം ഉണ്ട് എന്ന് തന്നെയാണ്. ഒന്ന് നന്നായിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അകത്ത് വരുന്ന കുറേ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരും. അതായത് നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തതിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു സർവീസ് പീരീഡിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായി വരും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എന്ന് വെച്ച് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നടക്കില്ല. എല്ലാ ദിവസവും പഠിക്കണം. അതായത് ഞാനിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് ദിവസേന പഠിക്കുന്നതും ഒന്നരാടം പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ പലരും പോയിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്താലും എന്തൊക്കെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പോയി പഠിക്കുക, നന്നായിട്ട് എല്ലാ ദിവസവും പഠിക്കുക. ഓഫ്ലൈനിനൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്. ഹോളിഡേയ്സ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഫ്ലൈനിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഒഴിവ് സമയം മാത്രം, അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസം മാത്രം പഠിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപകടമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ കൺസിസ്റ്റൻസി ആദ്യം നമ്മളുടെ ഈ ഒരു പഠനത്തിന് വേണം. ഡെയിലി പഠിക്കണം. കുറച്ച് പഠിച്ചാൽ മതി, പക്ഷേ ഡെയിലി പഠിക്കണം. ഓക്കെ, കുറച്ച് പഠിച്ചാൽ മതി, ഡെയിലി പഠിക്കണം. അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് കുറേ പഠിച്ചു പിന്നെ ഒരാഴ്ച പഠിച്ചില്ല, ആ ഒരു പരിപാടി നടക്കുകയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഓക്കെ, പഠനത്തിൽ തീർച്ചയായിട്ടും തീവ്രതയേക്കാളും ആ ഒരു തുടർച്ചയാണ് നമുക്ക് ഇവിടെ അത്യാവശ്യം. ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ, പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ ദിവസേന പഠിക്കാൻ നിങ്ങൾ റെഡി ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ICDS സൂപ്പർവൈസറായിട്ട് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്ത ആളുകൾ അല്ലേ, കഴിഞ്ഞ പരീക്ഷയിലൊക്കെ കയറിപ്പോയവരുണ്ടാവും. അവരോട് ചോദിച്ചു നോക്കൂ, അവർ പറയും ദിവസവും പഠിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസ് ഇല്ലാതെ പഠിക്കാൻ റെഡിയാവണം.
നമുക്കിവിടെ എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ടാവും. 4:30 ലൈവ് ക്ലാസ് ആണ്. രാവിലത്തെ 4:30 ലൈവ് ക്ലാസ് ഒട്ടുമിക്ക പേർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഉറക്കം ആയിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട്, അത് മാറ്റി വെച്ചേ മതിയാകൂ, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4:30 നമുക്കിവിടെ ലൈവ് ക്ലാസ് ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ആപ്പ് വഴി റെക്കോർഡഡ് രൂപത്തിലുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് അംഗൻവാടി പോയ ശേഷം ഫ്രീ ടൈം കിട്ടുമ്പോൾ വേണമെങ്കിൽ പഠിക്കാം. അംഗൻവാടിയിൽ നിന്ന് വന്ന ശേഷം വീട്ടിൽ വന്ന് വൈകുന്നേരം പഠിക്കാം. അത് സ്വയം പഠിക്കുകയല്ല, ഞങ്ങളൊരു ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് പഠിക്കേണ്ടത്. 19-ാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്, എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന വീഡിയോ ക്ലാസ്. ഒപ്പം കൃത്യമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ലൈവ് ക്ലാസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസ് നമ്മൾ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ പരീക്ഷ വരെയാണ് ക്ലാസ്. അപ്പോൾ പരീക്ഷയ്ക്കുള്ളിൽ നമ്മൾ സിലബസ് ഒരു മിനിമം ഒരു 3 തവണയെങ്കിലും പഠിച്ച് വൃത്തിയായിട്ട് റിവിഷൻ ചെയ്യണം. മിനിമം 3 തവണയാണ്, അതിൽ കൂടുതൽ നമ്മൾ എന്തായാലും പോകും. കാരണം സമയം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി പരീക്ഷയ്ക്ക് പഠിക്കാൻ തയ്യാറാകുന്നവർക്ക് ആശങ്കയുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നമുക്കിവിടെ കോഴ്സ് അവൈലബിൾ ആണ്. നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. കഴിഞ്ഞ പരീക്ഷകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺസൊക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം എടുത്ത്, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്ന രീതിയിലാണ്. വേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കും. 10th ലെവൽ എക്സാം ആണെന്ന് പറഞ്ഞ് ഈസി ആയിട്ടുള്ള ഒരു പരീക്ഷയാണെന്ന് കരുതണ്ട. അത്യാവശ്യം കഴിഞ്ഞ പരീക്ഷ 41 പോയിൻ്റാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇത്തവണ പരീക്ഷയിൽ കട്ട് ഓഫ് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് മിനിമം ഒരു 55 to 60 മാർക്കിനുള്ളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റണം. അത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. കാരണം നിങ്ങൾക്ക് അറിവുള്ള മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഒന്ന് പൊടി തട്ടി പോയാൽ മതി. ദിവസവും പഠിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് പയ്യെ നമുക്ക് എവിടെ എത്താൻ പറ്റും? ഈ 60 അല്ല 70 മാർക്കിലേക്കും എത്താൻ പറ്റും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും, കറണ്ട് അഫെയർ ആയിക്കോട്ടെ, GK ഭാഗങ്ങളായിക്കോട്ടെ, നമ്മുടെ സൈക്കോളജിയുടെ ഭാഗങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പഞ്ചായത്ത് രാജ് പോലുള്ള നമ്മുടെ ഈ പരീക്ഷയുടെ സ്വഭാവം, അതായത് ഈ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മൾ പഠിക്കും. അത് പരീക്ഷ വരെ പഠിക്കും. പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കും. ഓർമ്മ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഓർമ്മക്കുറവ് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഓർമ്മ ഒരേപോലെയല്ല, മറവി എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മറവിയാണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള വഴി ആവർത്തിക്കുക എന്നുള്ളതാണ്. ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, പഠിച്ച കാര്യങ്ങൾ ഒറ്റ വായനയോടുകൂടി അവസാനിപ്പിച്ച് പോകാൻ പാടില്ല. പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ലൈവ് ക്ലാസ് വയ്ക്കുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്സിനകത്ത് ലൈവായിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ചോദ്യം ചോദിക്കും. ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ എക്സാംസ് നടത്തും. ടോപ്പിക്ക് കഴിഞ്ഞാൽ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഒപ്പം നിങ്ങളിലൊരാളായി ഞാനുണ്ടാകും. പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് 19-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ICDS സൂപ്പർവൈസർ 10th ലെവൽ എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേജ് 3 അക്കാദമിയെ ഒരു മടിയും കൂടാതെ വിളിക്കാവുന്നതാണ്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരും. യൂട്യൂബ് ചാനൽ വഴി ക്ലാസ്സുകൾ ഉണ്ടാവും, അതും തുടർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളത് കാണുക. അപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതി വെയിറ്റ് ചെയ്യേണ്ട. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താം. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.